आखिरी नबी का नाम क्या है? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അന്ത്യപ്രവാചകൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും കഴിയാതെ വാപൊളിച്ചു നിൽക്കുന്ന ആളുകളെയാണ് നാം വീഡിയോയിലൂടെ കാണുന്നത്. आखिरी नबी का नाम क्या है? आप छू लो. ഇത് പുറം നാടുകളിലെ കാഴ്ചകളല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിക്കാനാകുമോ നമുക്ക്? നമ്മുടെ ചുറ്റുപാടുകളിലും ഇത്തരക്കാരില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ നമുക്ക്? മുസ്ലിം പേരുകളിൽ അറിയപ്പെടുകയും ജനന സർട്ടിഫിക്കറ്റിൽ മതം എന്നിടയ്ക്ക് ഇസ്ലാം എന്ന് ചേർക്കപ്പെടുകയും ചെയ്തതിനപ്പുറം ഇസ്ലാം എന്താണെന്നും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാതെ കൂട്ടത്തിനൊപ്പം ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ നമുക്കിടയിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകുമോ? മതത്തെക്കുറിച്ച് കൃത്യമായ പഠനം നടത്താതെ മതവിമർശകരുടെ ആരോപണങ്ങളും കള്ളക്കഥകളും ദുർവ്യാഖ്യാനങ്ങളും കേട്ട് ചിലർ മതനിരാസത്തിലേക്ക് വഴുതിപ്പോകുന്നുണ്ടെങ്കിൽ, മറുവശത്ത് മതത്തിന്റെ ലേബലിൽ മതത്തിന് തീർത്തും വിരുദ്ധമായ ആശയങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുകയും ആത്മീയതയുടെ മറപിടിച്ച് കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുകയും പാമര ജനതയുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് അവരുടെ അധ്വാന ഫലം കൊള്ളയടിക്കുകയും ചെയ്യുന്നവർ സമൂഹത്തിൽ സജീവമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കാരണവന്മാർ ചെയ്തത് ഞങ്ങളും ചെയ്തുകൊള്ളാം, അവർ ആചരിച്ചത് ഞങ്ങളും ആചരിച്ചു കൊള്ളാം, അവർ വിശ്വസിച്ച രൂപത്തിൽ ഞങ്ങളും വിശ്വസിച്ചു കൊള്ളാം എന്ന അന്ധമായ അനുകരണ ഭാവത്തിലേക്ക് ഒരു സമൂഹം വഴുതിപ്പോകുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാരെ ഏതൊരു മാർഗത്തിൽ കണ്ടുവോ അതേ മാർഗത്തിലാണ് ഞങ്ങളും നടക്കുന്നത് എന്ന മനോഭാവം ചോദ്യം ചെയ്യപ്പെടാതെ തുടരുമ്പോൾ സത്യം അന്വേഷിക്കുവാനുള്ള മനസ്സും തെളിവ് പരിശോധിക്കുവാനുള്ള ബാധ്യതയും ഇല്ലാതാകും. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അതിന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനമുണ്ടോ? പൂർവികർ ചെയ്തതുകൊണ്ട് മാത്രം അതിനെ മതമായി ഏറ്റെടുക്കുന്ന അവസ്ഥ അപകടകരമാണ്. കാരണം വിശ്വാസം പാരമ്പര്യമായി കൈമാറപ്പെടുന്ന ആചാരങ്ങളുടെ പേര് മാത്രമല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചറിഞ്ഞ് ബോധപൂർവം സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമാണ്. പരിശുദ്ധ ഖുർആൻ പലവട്ടം മനുഷ്യരെ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും തെളിവ് പിന്തുടരുവാനും ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് വ്യക്തികളെയോ പാരമ്പര്യങ്ങളെയോ അന്ധമായി പിന്തുടരുന്നതിന് പകരം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെയും റസൂലിന്റെ മാതൃകയെയും അടിസ്ഥാനമാക്കി സ്വന്തം വിശ്വാസത്തെ പരിശോധിക്കുകയും തിരുത്തുകയും ശരിയാക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും ബാധ്യത. കാരണം പരലോകത്ത് നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രവൃത്തികളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് കാക്കമാരോ കാരണവന്മാരോ അല്ല, നമ്മളാണ്. നാം അത് ഓർത്തുകൊണ്ട് കൃത്യമായി നമ്മുടെ മതത്തെക്കുറിച്ച് നാം പഠിക്കുക, മനസ്സിലാക്കുക. യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.